മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. EPL നടന്ന ലിവർപൂൾ വേഴ്സസ് ബോൺമൗത്ത് മത്സരവും ലലീഗയിൽ നടന്ന റയൽ മാഡ്രിഡ് വേഴ്സസ് എസ്പാനിയോൾ മത്സരത്തെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ലിവർപൂൾ മാച്ചിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ലിവർപൂള് 2-0 ഒരു കിഡിലം വിക്ടറി ബോൺമൗത്തിനെതിരെ സ്വന്തമാക്കി. ഞാൻ അർജുൻ ബ്രോയുടെ വാക്കുകൾ കടമെടുക്കുകയാണ്. ബഡ്ജറ്റ് ഇല്ലാത്ത മാഞ്ചസ്റ്റർ സിറ്റിയാണ് ബോൺമൗത്ത് എന്ന് പുള്ളി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല പെർഫോമൻസിലും അത് കറക്റ്റായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുള്ള ഒരു സീസണാണ് നമ്മൾ കാണുന്നത്. ഇന്നും നല്ലൊരു പെർഫോമൻസ് കൊണ്ടുവരാൻ ബോൺമൗത്തിന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇരു ടീമുകൾക്കും ഏകദേശം സെയിം ആയിട്ടുള്ള പൊസിഷൻ ആയിരുന്നു. പക്ഷേ കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് ലിവർപൂളാണ്. 7 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. ഫസ്റ്റ് ഹാഫിൽ ഒരു പെനാൽറ്റിയിലൂടെ മോ സല 1-0 ലീഡിലേക്ക് ലിവർപൂളിനെ എത്തിച്ചു. ഈ ഒരു ഡിസിഷൻ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ മുമ്പോട്ട് പോയി എന്ന് പറയേണ്ടി വരും. നിങ്ങൾ ബിൽഡപ്പ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാപ്കോ ഓഫ് സൈഡ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഇമേജ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വാറ് ലൈനൊന്നും വരച്ചിട്ടുള്ള ആ ഒരു സ്റ്റാറ്റ് നമ്മൾ കണ്ടിരുന്നില്ല. ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ തപ്പ് നോക്കി, കറക്റ്റായിട്ടുള്ളൊരു ആംഗിള് കിട്ടുന്നുമില്ല. എന്തായാലും അതിനുശേഷം ബോൺമൗത്തിന്റെ ക്യാപ്റ്റൻ കൂടി ആയിട്ടുള്ള കുക്കാണ് ബോക്സിൽ വെച്ചിട്ട് പുള്ളിയുടെ ലെഗ്സ് പിറകുന്ന് ക്ലിപ്പ് ചെയ്യുന്നത്. ആ സമയത്ത് വേണമെങ്കിൽ കുക്കിന് കോൺടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ആംഗിളിൽ നിന്ന് വളരെ വ്യക്തമാണ് ചെറിയൊരു ടച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഗ്യാപ്കോ ബോക്സിൽ വീഴുന്നത്. ഓൺഫീൽഡ് റെഫറി പെനാൽറ്റി കൊടുത്തു. വാറ് ചെക്ക് ചെയ്തതിന് ശേഷം അത് അപ്രൂവ് ചെയ്തു. അങ്ങനെ മോ സല 30ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് ലിവർപൂളിനെ എത്തിച്ചു. അതിനുശേഷം 1-2 ചാൻസുകൾ ബോൺമൗത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ക്ലൈവേർട്ടിന്റെ ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് നമ്മളിന്ന് കണ്ടു. അത് മാത്രമല്ല സെമീനിയോക്ക് 1-2 ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് ഹാഫിൽ മോ സലയുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗോള് വന്നു. കെപ്പയുടെ 1-2 സേവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിയെ ബ്ലൈൻഡ് സ്പോട്ടിലാക്കിക്കൊണ്ടാണ് മോ സല റൈറ്റ് വിങ് ആ ഷോട്ട് എടുക്കുന്നത്. ഒരു സിമ്പിൾ ഷോട്ടായിരുന്നു. പക്ഷേ കെപ്പ അത് കണ്ടില്ല. അങ്ങനെ അത് പോസ്റ്റിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ലീഡ് 2-0 കൊണ്ടുപോകാൻ ലിവർപൂളിന് കഴിഞ്ഞു. അവിടെ 1-2 ചാൻസുകൾ ക്ലൈവേർട്ടിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളി കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്പൺ ചാൻസ് എങ്ങനെയാണ് മിസ്സായെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഇപ്പോൾ ഇന്ന് നമ്മൾ അലിസൺ ബെക്കറുടെ സൈഡിൽ നിന്ന് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കണ്ടു എന്ന് പറയേണ്ടി വരും. കാരണം പുള്ളിയുടെ ഒരുപാട് ക്ലോസ് റേഞ്ചിലുള്ള സേവുകളും ഡിഫ്ലക്ഷൻ സേവുകളൊക്കെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ലിവർപൂളിനെ കളിയിൽ പിടിച്ചു നിർത്തിയത്. അപ്പോൾ ക്ലൈവേർട്ട് ആ ചാൻസ് കൂടെ മിസ് ചെയ്തതോടെ 2-0 ലീഡിലേക്ക് ലിവർപൂൾ എത്തുകയും ചെയ്തു. പിന്നീട് 1-2 ഹാഫ് ചാൻസുകൾ ഇരു ടീമുകൾക്കും കിട്ടി. അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 2-0 ലിവർപൂൾ ജയിച്ചു. 3 പോയിന്റുകൾ സ്വന്തമാക്കുകയും ചെയ്തു. മറ്റൊരു മത്സരത്തിൽ റയലിന്റെ എനിക്ക് തോന്നുന്നു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ഇന്ന് കണ്ടത്. റെലിഗേഷൻ ഫൈറ്റിലുള്ള എസ്പാനിയോളിനോട് 1-0 റയൽ പരാജയപ്പെട്ടു. നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു റിസൾട്ടാണ് റയലിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇവിടെ 21ഓളം ചാൻസുകൾ റയലിന് കിട്ടി. ഒരുപാട് ഷോട്ട് ഓൺ ടാർഗറ്റും ക്ലോസ് റേഞ്ചിലുള്ള ഓപ്പർച്യൂണിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എസ്പാനിയോൾ കളിയിൽ പിടിച്ചു നിന്നു. പണ്ടത്തെ മൊറീഞ്ഞോ ടീമൊക്കെ കളിക്കുന്നത് പോലെ ഇപ്പൊ ഡിഫെൻഡ് ചെയ്യുക, കളിയിൽ പിടിച്ചു നിൽക്കുക, 1-2 കൗണ്ടർ അറ്റാക്കിംഗ് ചാൻസോ അല്ലെങ്കിൽ സെറ്റ് പീസോ കിട്ടുമ്പോൾ അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള ഒരു ടാക്ടിക്കൽ അപ്രോച്ചാണ് എസ്പാനിയോളിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. ക്രെഡിറ്റ് ടു എസ്പാനിയോളിന്റെ ഗോൾ കീപ്പർ ഗാർസിയയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളി ഇന്ന് ഒരു 4-5 കിഡിലം സേവുകൾ കൊണ്ടുവന്നിരുന്നു. അത് തന്നെയാണ് എസ്പാനിയോളിനെ കളിയിൽ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. പിന്നെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ റയൽ ഈ മത്സരത്തിൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു അടിപൊളി ഷോട്ട് പോസ്റ്റിലേക്ക് എത്തുകയും ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് എംബാപ്പെ ഒരു ഡിഫൻഡറെ ബോക്സിൽ വെച്ച് പിടിച്ച് തള്ളുന്നു. അങ്ങനെ ഓൺഫീൽഡ് റെഫറി ഇന്റർവ്യൂ ചെയ്ത് ആ ഗോള് ഡിസലോ ചെയ്തു. അല്ലെങ്കിൽ 1-0 ലീഡ് റയലിന് കിട്ടേണ്ടതാണ്.
പിന്നീട് കിട്ടിയ ചാൻസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 3-4 ഷോട്ടുകൾ ബെല്ലിംഗാമിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ക്ലോസ് റേഞ്ചിലുള്ള ഷോട്ടുകൾ എംബാപ്പയ്ക്ക് ഉണ്ടായിരുന്നു. വിനീഷ്യസ് ജൂനിയറിന് ഷോട്ട് ഉണ്ടായിരുന്നു. ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ റയലിന് കഴിയാതെ പോയി. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 0-0 എന്ന നിലയിൽ മുമ്പോട്ട് പോയി. സെക്കൻഡ് ഹാഫിൽ ഗാർസിയയുടെ സൈഡിൽ നിന്ന് ഡബിൾ സേവ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബെല്ലിംഗാം മിഡ്ഫീൽഡിൽ നിന്ന് ഷോട്ട് എടുക്കുന്നു, ഗാർസിയ ചാടി പിടിക്കുന്നു. അതിനുശേഷം എഴുന്നേറ്റ് നിന്ന് ഡിഫ്ലക്റ്റ് ആയിട്ട് വന്നുള്ള പന്ത് റൈറ്റ് വിങ് നിന്ന് എംബാപ്പെ അടിക്കുന്നു. അത് വീണ്ടും പുള്ളിയുടെ കൈ തട്ടി ബോക്സിന്റെ ഫ്രെയിമിൽ തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ട് പുറത്തു പോകുന്നു. ഇങ്ങനെ ലക്കി ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് എസ്പാനിയോളിന് ഈ കളിയിൽ ഉണ്ടായിരുന്നു. പിന്നീട് 1-2 ചാൻസുകൾ റയലിന് വീണ്ടും കിട്ടി, പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഒരു ഫൗളിനെ പറ്റി ഇവിടെ എടുത്തു പറയണം. എംബാപ്പെ ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫൗൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോ കാർലോ റൊമേറോ റൈറ്റ് വിങ്ങിൽ വെച്ചിട്ട് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റിയിൽ റോഡ്രിഗോ ഫൗൾ ചെയ്യുന്നുണ്ട്. അതൊരു റെഡ് കാർഡ് മെറ്റീരിയൽ ആണോ എന്ന് സംശയമുണ്ട്. കാരണം പുള്ളി ബോൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിധത്തിൽ ശ്രമിക്കുന്നില്ല. കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആ ഫൗള് നോക്കിയാലും കുറച്ച് ഹാർഡായിട്ടുള്ള ടാക്കിൾ ആയിരുന്നു. പക്ഷെ ഒരു യെല്ലോ കാർഡിൽ അത് ഒതുക്കി എന്ന് പറയേണ്ടി വരും. പിന്നീട് ഇതേ കാർലോ റൊമേറോ തന്നെയാണ് എസ്പാനിയോളിന് വേണ്ടിയിട്ട് സ്കോർ ചെയ്യുന്നത്. ഇപ്പൊ 85-ാമത്തെ മിനിറ്റിൽ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി വരുന്നു. 2-3 പാസുകൾ ഇവിടെ എടുത്തു പറയണം. റൈറ്റ് വിങ്ങിൽ നിന്ന് ഒരു കിഡിലം പാസ്, ഒരു പാരലൽ റൺ, വിങ്ങിൽ ഉണ്ടായിരുന്ന റൊമേറോയിലേക്ക് ഈ ബോൾ കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് തന്നെ പുള്ളി എടുക്കുകയാണ്. ചെറിയൊരു ഡിഫ്ലക്ഷനോടെ ആ ബോൾ പോസ്റ്റിനകത്തേക്ക് എത്തി. അങ്ങനെ 85-ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് എസ്പാനിയോൾ വരികയാണ്. റെലിഗേഷൻ ഫൈറ്റിലൂടെ ഒരു സമനിലയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ള എസ്പാനിയോളിന് കിട്ടിയിട്ടുള്ള ഒരു ലോട്ടറി തന്നെയാണ് ഇന്നത്തെ റിസൾട്ട് എന്ന് പറയേണ്ടി വരും. പിന്നീട് അതിനുശേഷവും റയല് ശ്രമിച്ചുകൊണ്ടിരുന്നു, പക്ഷേ അവര് അവസാനം വരെ പൊരുതി തോറ്റു എന്ന് പറയേണ്ടി വരും. അങ്ങനെ 1-0 ലീഡോടെ എസ്പാനിയോൾ കളിയിൽ പിടിച്ചു നിന്നു. ബ്രില്യൻ റിസൾട്ട് ഫ്രം ദം. ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റി അത്ലറ്റിക്കോ മാഡ്രിഡിനും ബാഴ്സക്കും ഒരു അനുഗ്രഹമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോ അത്ലറ്റിക്കോമായിട്ടുള്ള ഒരു ഡിഫറൻസ് 1 പോയിന്റിലേക്ക് എത്തി. ബാഴ്സക്ക് ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. അപ്പൊ നാളെ ജയിച്ചു കഴിഞ്ഞാൽ 4 പോയിന്റ് ഡിഫറൻസിലേക്ക് ബാഴ്സ എത്തും. ഇപ്പോ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് റയലിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.